നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, ദേവി, അയ്യോ, എന്തു പറ്റി മോളെ? മോളെ, മോളെ നന്ദിനി. ചായ റെഡി. ദാ അച്ഛന്റെ ഏലക്ക ചായ. നീ ചായ ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങി. എന്തായാലും നന്ദിനി അടുത്ത് ഉണ്ടാക്കുന്ന ചായയുടെ 7 അയൽവക്കത്ത് വരില്ല ഞാൻ ഉണ്ടാക്കുന്ന ചായ. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? ഈ നന്ദിനി എന്താ അവരുടെ കടം ചായ എടുക്കാത്തത്? മോളെ, എവിടെ എന്റെ ഇഞ്ചി ചായ? ദാമേ, ആഹാ, ഒരു കട്ടൻ കുടിക്കണമെന്ന് വിചാരിച്ചേ ഉള്ളൂ. ഹലോ, ആഹാ, പറഞ്ഞോ. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ചതിച്ചല്ലോ. ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നത് ഇയാളാണോ? ഇല്ലില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നേ. വേറൊന്നുമല്ല. ദൈവമേ, രക്ഷപ്പെട്ടു. ഇനി ഇത് ഇവളൊന്ന് കുടിച്ചാൽ മതിയായിരുന്നു. അതെ മാലതി, ജേട്ടന് ചൂടുള്ള ഒരു കടുംചായ ഉണ്ടാക്കി കൊടുക്കണേ. പിന്നെന്താ എടത്തി? ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ലേ, കുടുംബക്കാർക്കൊക്കെ ചായയും കാപ്പി കൊണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ ഇവളെ കെണി വീഴ്ത്തി. ഇവളുടെ കഷ്ടകാലം ഇവിടെ ആരംഭിക്കുന്നു. വൈശാഖിന്റെ മെഡിസിൻ പ്രവർത്തിച്ചു തുടങ്ങിയില്ലല്ലോ. ദ റിയാക്ഷൻ ഇസ് വെരി സ്ലോ. കുഞ്ഞിന് ചോറ് കൊടുത്തു കഴിഞ്ഞാലെങ്കിലും ഈ മാരണം ഇവിടുന്ന് ഒഴിഞ്ഞു പോവൂ. ആ മാരണമൊന്നും അങ്ങനെ ഇവിടുന്ന് പോവില്ല. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഒരു സെൻഡ് ഓഫ് നടത്തി നമുക്ക് ഇവിടുന്ന് പറഞ്ഞുവിടാം. സെൻഡ് ഓഫ് ഒക്കെ നടത്തി പറഞ്ഞുവിടാൻ അവളെന്താ ഇവിടുത്തെ സ്റ്റാഫായിരുന്നു? കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഒരു സർവീസ് അല്ലേ മോനെ? സത്യം പറഞ്ഞ എനിക്ക് ആ മൈഥിലിയെ കുറിച്ച് ഓർക്കുമ്പോ ഒത്തിരി സങ്കടമുണ്ട്. അവളുടെ ഗതി ഇങ്ങനെ ആയി പോയല്ലോ. നിനക്ക് എന്തിനാ സങ്കടം? അവളുടെ കയ്യിലിരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലേ? അതെ, കാർത്തിയെ തേച്ചൊട്ടിച്ച് വൈശാഖിനൊപ്പം പോയി. എന്നാ അവിടെയെങ്കിലും നിക്കണ്ടേ? എന്റെ അമ്മയും അച്ഛനും അവളെ പൊന്നുപോലെ നോക്കിയാണ്. ബെസ്റ്റ്. നിന്റെ അമ്മ താരകപ്പണിക്കരാണോ ഇവളെ ഒന്നാം തരമായിട്ട് നോക്കുന്നത്? അവിടെ നിന്നിരുന്നെങ്കിലേ അവളുടെ പടം ഭിത്തിയിലായനെ. അമ്മേ,
എന്താ ദേവി? അയ്യോ ദേവി ഏ, അയ്യോ എന്തു പറ്റി മോളെ 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 നന്ദിനി ഏറ്റു കൊടുത്ത മരുന്ന് ഏറ്റു. ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പായി. ദേവി ഏ, എന്താ പറ്റിയേ? ഏ, എന്താ ഏ, മോളെ ദേവി മോളെ എന്താ പറ്റിയേ? മോളെ എന്താ എന്താ മോളെ അയ്യോ അയ്യോ ദേവി, മോനെ നന്ദിനി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാർത്തി എവിടെ? കാർത്തി മീനാക്ഷി ഒന്നും ഇവിടെ ഇല്ല. അവര് പുറത്തു പോയി. അയ്യോ മോനെ ഞാൻ എന്റെ ദേവിയെ കൊണ്ടുപോയിക്കളാ അച്ഛാ. മോളെ ഒന്നുമില്ല ദേവി ഇഞ്ചക്ഷൻ പെട്ടെന്ന് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ കുറിച്ചിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും എത്രയും വേഗം ചെയ്യാൻ ഏർപ്പാടാക്കണം. ഓക്കെ ശരി ഡോക്ടർ. സ്കാനിങ്ങും ഞാൻ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേഗം ഡ്രിപ്പും സ്റ്റാർട്ട് ചെയ്തോളൂ. ശരി ഡോക്ടർ. ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില ടെസ്റ്റുകളും ഉണ്ട്. അതിന്റെ റിസൾട്ടൊക്കെ ഒന്നിങ്ങോട്ട് വന്നോട്ടെ. നമുക്ക് വേണ്ട ചെയ്യാം. ശരി ഡോക്ടർ. അതെ, പേഷ്യന്റ് ഇഞ്ചക്ഷൻ എടുക്കുക. ചിലപ്പോ ഒന്ന് മയങ്ങിയേക്കും. ഒന്ന് പുറത്തേക്ക് നിൽക്കാവോ? ഹലോ. ഇല്ലില്ല, നിങ്ങൾ എനിക്കത് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ. മിസ്റ്റർ കാർത്തിക് സാർ അല്ലേ? അതെ നമ്മൾ ഒരു തവണ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അതെ ഡോക്ടർ, ഇതേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാ. യെസ്, ഇരിക്കൂ. താങ്ക് യു. ഇരിക്കാം. അല്ല, കാർത്തിക് സാർ എന്താ ഇവിടെ? എന്റെ അമ്മയെ ഇപ്പോ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.